ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പടം മിസ് പൊന്മാൻ, സ്റ്റാറിംഗ് ബേസിൽ ജോസഫ്. പൊന്മാൻ ജി.ആർ. ഇന്ദുഗോപിന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്നുള്ള നോവലിന്റെ മൂവി അഡാപ്റ്റേഷൻ ആണ്. ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഡെബ്യൂട്ടന്റ് ആയിട്ടുള്ള ജ്യോതി ശങ്കർ ആണ്. ജ്യോതി ശങ്കർ ഇതിനു മുമ്പ് ആർട്ട് ഡയറക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാ താൻ കേസുകോട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ഫിലിംസിന്റെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു ജ്യോതി ശങ്കർ. ജി.ആർ. ഇന്ദുഗോപിന്റെ മറ്റു നോവൽസ് പോലെ തന്നെ ഈ നോവലും നടക്കുന്നത് കൊല്ലം ഏരിയയിലാണ്. ജി.ആർ. ഇന്ദുഗോപിന്റെ മിക്ക നോവൽസും നടക്കുന്നത് കൊല്ലം, ട്രിവാൻഡ്രം ഏരിയനെ ബേസ് ചെയ്തിട്ടാണ്. പൊന്മാന്റെ അണ്ടർലൈൻ ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീധനമാണ്. പക്ഷെ അതൊരു ടിപ്പിക്കൽ അമ്മായിയമ്മ മരുമോള് പോര് എന്ന രീതിയിൽ കാണിക്കാണ്ട് നമ്മുടെ അയ്യപ്പൻ കോശി ലെവലിലുള്ളൊരു മാസ്കുലിൻ ഈഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് പൊന്മാനിൽ ശരിക്കും അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നോവൽ വായിച്ചിട്ടില്ല, നോവൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് മൂവി ഞാൻ തറോലി എൻജോയ് ചെയ്ത ഒരു മൂവിയാണ്. ഇതിലെ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ ഒരു ഗോൾഡ് ഏജന്റിന്റെയാണ്, പി അജീഷ്. ബേസിൽ ജോസഫ് ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ കുറച്ചും കൂടിയും ഒരു കംഫർട്ട് സോൺ വിട്ട് നിന്ന് ചെയ്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നല്ല പെർഫോമൻസ്. ലൈക്ക് ബേസിൽ ജോസഫിന്റെ ഒരു ഹൈറ്റും സജിൻ ഗോപിയുടെ ഒരു ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഈഗോ പരിപാടിയാണ് ശരിക്കും അവിടെ നടക്കുന്നത്. നല്ല നല്ല എന്റർടൈനിങ് ആയിരുന്നു അത്. ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ ഒരു ഒരു ഷ്രൂഡ് കണ്ണിങ് ഏജന്റ് ആണ്. അതേസമയം സജിൻ ഗോപിയുടെ ക്യാരക്ടർ ഇതിൽ വരുമ്പോൾ ഭയങ്കര ഒരു മാസ്കുലിൻ റൂഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്, ഭയങ്കര ഒരു ബ്രാഷ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് സജിൻ ഗോപി ഇതിന്റെ അകത്ത്. ആ ഒരു കോമ്പിനേഷൻ തന്നെ കാണാൻ നല്ല രസമാണ് ഈ ഫിലിമിന്റെ അകത്ത്. ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ജി.ആർ. ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യു ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിലിമിന്റെ അകത്ത് മെയിൽ ഈഗോ എന്ന് മാത്രമല്ല, ഒരു എല്ലാവരും ഒരു ഗ്രേ ഷെയ്ഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. ഒരാളെ നെഗറ്റീവായിട്ട് നമ്മൾ പോർട്രേ ചെയ്യും, പക്ഷെ പിന്നീട് അയാളുടെ അവസ്ഥകളും സിറ്റുവേഷൻസും മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ അയാളുടെ കൂടെ ഇതാവും. ഈ പടത്തിന്റെ അകത്തൊരു ഒരു വില്ലൻ എന്നൊരു കൺസെപ്റ്റ് വരുന്നില്ല. കാരണം എല്ലാവരും ഇത് ചെയ്യുന്നത് അവരുടെ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് സജിൻ ഗോപിയുടെ ക്യാരക്ടറാണ്. സജിൻ ഗോപി ഇതിനകത്ത് മാറിയാനോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. പുള്ളിയും ഇതിന്റെ അകത്ത് റഫ് ആൻഡ് ടഫ് ക്യാരക്ടറാണ്. നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി ഇത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ചെറിയൊരു അമ്പാൻ സാധനം കയറി വരുന്ന പോലെയൊക്കെ തോന്നി. ബട്ട് ദെൻ പുള്ളിയുടെ ക്യാരക്ടർ അതൊരു ഡിസേർവിങ് തന്നെയാണ്. അല്ല, പുള്ളിയുടെ ക്യാരക്ടറിന് വേണ്ട ഒരു സാധനം തന്നെയാണ്. ഈ പടത്തെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ബ്രൂണോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ്, ടെറർ ബ്രൂണോ. ഈ ടെറർ ബ്രൂണോയുടെ ക്യാരക്ടറും അങ്ങോട്ട് മാറണതും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ത്രൂ ആണ് ഈ ഫിലിം പോകുന്നത്. ടെറർ ബ്രൂണോ ഇതിൻ്റെ അത് പ്ലേ ചെയ്യുന്നത്, ടെറർ ബ്രൂണോയുടെ ക്യാരക്ടർ ഇവിടെ പ്ലേ ചെയ്യുന്നത് ആനന്ദ് മന്മഥനാണ്. ആനന്ദ് മന്മഥൻ ഇതിനു മുമ്പ് പ്ലേ ചെയ്ത ഒരു ബ്രദർ റോള് ജെ ജെ ജേഹയിലുള്ള റോളാണ്. ഇതിലും പുള്ളി ഒരു സപ്പോർട്ടിംഗ് റോള് പോലെ തന്നെയാണ്, പക്ഷെ പുള്ളി നല്ല രീതിയിലാണ് ഈ പടം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ദീപക് പറമ്പോൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പടത്തിൻ്റെ അകത്ത് ചെറിയ രീതിയിലാണെങ്കിൽ ഡാർക്ക് ഹ്യൂമർ ഒക്കെ വെച്ചിട്ടാണ് ഈ പടത്തിന്റെ ഒരു രീതി. പിന്നെ ഇതിൽ ലിജോ മോൾ ഉണ്ട്. ലിജോ മോൾ ഇതിന്റെ അകത്തൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്, സ്റ്റെഫി ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞ ബ്രൂണോയുടെ അനിയത്തിയുടെ ക്യാരക്ടറാണ് ലിജോ മോൾ പ്ലേ ചെയ്യുന്നത്. ഈ ക്യാരക്ടറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഫിലിമിന്റെ ഒരു ഇതില് ആ ഒരു ക്യാരക്ടർ വേരിയേഷൻസ് എല്ലാം വരുന്നത്. ഇതിന്റെ അകത്ത് ലിജോ മോൾ മാത്രമല്ല, മറ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആയിട്ട് ലിജോ മോളുടെ അമ്മയുടെ ക്യാരക്ടർ പ്ലേ ചെയ്ത ലേഡി ഉണ്ട്. അവരും അത്യാവശ്യം സൂപ്പർ ആയിരുന്നു. അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയൊക്കെ കാണിക്കുന്ന ഒരു പോർട്രേ ചെയ്ത രീതിക്ക് നല്ലതായിരുന്നു. ഇതുപോലെ തന്നെ സജിൻ ഗോപിയുടെ വീട്ടിൽ സജിൻ ഗോപിയുടെ അമ്മ ക്യാരക്ടർ ഉണ്ട്. ശരിക്കും നമ്മുടെ ഒരു ടിപ്പിക്കൽ ചൊറിയൻ ക്യാരക്ടർ ഇല്ലേ, അതുപോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അവിടെ സജിൻ ഗോപിയുടെ അമ്മയായിട്ട് പ്ലേ ചെയ്ത ലേഡി. സിനിമാറ്റോഗ്രാഫിയുടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് സനു ജോൺ വർഗീസ് ആണ്. ഈ പടത്തിന്റെ അകത്ത് മിക്ക ഷോട്ട്സും നൈറ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ടൈം ഷോട്ട്സ് ആണ് ഉള്ളത്. ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക് ആണ്. നല്ല രീതിയിൽ ആ ഒരു കടപ്പുറം ആ ഒരു ഏരിയ ഒരു വൈബ് പിടിച്ചിട്ടുള്ള ഒരു ടൈപ്പ് മ്യൂസിക് ആണ് ജസ്റ്റിൻ വർഗീസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റേ നൈറ്റ് ടൈം ഫൈറ്റ് സീനിലേക്ക് ഒരു ട്രൈബൽ ടൈപ്പ് ഒരു BGM ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ബ്രൈഡാത്തി എന്നുള്ള സോങ് ഉണ്ട്. ആ സോങ് ഭയങ്കര നല്ല രസമാണ് തിയേറ്റർ ആംബിയൻസിൽ കേട്ടിരിക്കാൻ തന്നെ. ജി.ആർ. ഇന്ദുഗോപിന്റെ നോവൽ അഡാപ്റ്റേഷൻസ് ആയി വന്നിട്ടുള്ള മറ്റ് മൂവീസ് ആണ് കാപ്പ, തെക്കൻ തല്ലേസ്, ഉൾഫ്. പക്ഷെ ഇതൊന്നും വലിയ സുഖമുള്ള ഒരു പടങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ പൊന്മാൻ ഇതിൽ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്ന് നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു വാച്ച് ആയിരുന്നു. മെയിൻലി ആ ഒരു സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ അവരൊരു ടിപ്പിക്കൽ വേയിൽ പറഞ്ഞു പോകാണ്ട് ഒരു എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഫിലിമിന്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. സോ ടു എൻഡ്, പൊന്മാൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു റോ റിയലിസ്റ്റിക് അപ്രോച്ച് നല്ല രസമുണ്ടായിരുന്നു. സ്ത്രീധനം അതിനോട് ചേർന്നിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഇത് ഹാൻഡിൽ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു. ഒരു ടിപ്പിക്കൽ രീതിന് പകരം ഒരു എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലാണ് ഈ പടത്തിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്.
ഏഹ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ്. നോവലിൽ നിന്നും എന്തൊക്കെയാണ് മൂവിയിൽ മിസ്സിംഗ് എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യണം. സോ ടേക്ക് കെയർ.